നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. സാമ്പത്തികപരമായി പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പല വിധത്തിലാണ് അവരുടെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ വന്നു ചേരുന്നത്. പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള നേട്ടങ്ങൾക്ക് പിന്നിൽ ഒരു കാരണമുണ്ടാകും. അവരുടെ നല്ല സമയം തെളിയുന്നതോടുകൂടിയോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഭാഗ്യങ്ങൾ കടന്നു വരുന്നതോടുകൂടിയോ അതുമല്ലെങ്കിൽ അവരുടെ അധ്വാനത്തിൻ്റെയോ ജീവിതത്തിൽ നല്ല കാലത്തിൻ്റെ സൂചനയായി ചില അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാറുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിൽ അത്യപൂർവമായി നേട്ടങ്ങൾ കൊയ്യാറുണ്ട്. ചിലരുടെ ജീവിതത്തിൽ കോടീശ്വര യോഗം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ അങ്ങനെയാണ് തുറന്നു കിട്ടുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ജ്യോതിഷപരമായി പറയുകയാണെങ്കിൽ ജ്യോതിഷ വിശ്വാസമുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള സമയം, വ്യാഴമാറ്റം, ശനിയുടെ മാറ്റം, മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി, ദശാകാലം ഇത്യാദി കാലങ്ങൾ, ഇത്യാദി സമയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ദോഷമാണോ ഗുണമാണോ എന്നൊക്കെ മനസ്സിലാക്കി പോരാറുണ്ട്. അതിനുള്ള പ്രതിവിധികളും പരിഹാര മാർഗങ്ങളും ക്ഷേത്ര വഴിപാടുകളുമൊക്കെ ചെയ്തു പോരാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ദോഷമായി വരുന്ന സമയത്ത് അതിനുള്ള പ്രതിവിധികൾ ചെയ്യുന്നതോടുകൂടി ദോഷത്തിൻ്റെ ആധിക്യം കുറഞ്ഞു കിട്ടുകയും ഗുണങ്ങൾ വർദ്ധിച്ചു കാണുകയും ചെയ്യും. ഗുണമുള്ള ആളുകളാണെങ്കിൽ അതിനുള്ള വഴിപാടുകൾ, പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകൾ, അനുകൂലമായ സാഹചര്യങ്ങൾ വളരെ നേട്ടത്തോടുകൂടി ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള വഴിപാടുകളോ സൽക്കർമ്മങ്ങളോ പുണ്യപ്രവൃത്തികളുമൊക്കെ ചെയ്യുന്നതോടുകൂടി ഏത് മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിലും ആത്മീയമായ പാതയിൽ മുന്നോട്ട് പോകുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും. അങ്ങനെയുള്ള ആളുകൾക്കാണ് പ്രാർത്ഥനകൾ, ചടങ്ങുകൾ, മതപരമായിട്ടുള്ള ആചാരങ്ങൾ ഇതൊക്കെ പ്രവർത്തിക്കുന്ന മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ബുദ്ധിക്കും കുടുംബത്തിനുമൊക്കെ ഉയർച്ച വരണമെന്ന പ്രാർത്ഥനയും അതിനുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ചെയ്യുന്ന മൂലം അവരുടെ ജീവിതത്തിൽ അവരുടെ വിശ്വാസവും അവരുടെ ആത്മവിശ്വാസവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കർമ്മ ഫലവുമൊക്കെ അനുകൂലമായി നിൽക്കുകയും പെട്ടെന്നുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ടാണെങ്കിലും അതുമല്ലെങ്കിൽ സാമൂഹികപരമായിട്ടാണെങ്കിലും ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണെങ്കിലും വലിയ വലിയ നേട്ടങ്ങൾ കാണാറുണ്ട്. ചില സമയങ്ങളിൽ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങളും കണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങളാണ്. സാമ്പത്തിക നിലയിലും അഭിമാനം കൊള്ളുന്ന സാഹചര്യങ്ങളും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്ന സാഹചര്യങ്ങളാണെങ്കിലും ഭാഗ്യം അനുകൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങളാണെങ്കിലും ഈ നക്ഷത്രക്കാരെ വളരെയധികം കടാക്ഷിക്കുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ ഇനിയുള്ള കാലത്തും അവരുടെ നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങളായി കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിനെ വല്ലാതെ സ്വാധീനിക്കുന്നു. ഭാഗ്യം തന്നെയാണ് ഇവർക്ക് വരാൻ പോകുന്നത്. എല്ലാ വിധത്തിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു. ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ മാറുന്നു. ഇവർ ആഗ്രഹിക്കുന്ന തരത്തിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഏതെല്ലാം പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിലും ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകുന്ന ഒരു സമയമാണ്. അവിടെ കഠിനമായ പരിശ്രമങ്ങൾക്കും അധ്വാനത്തിനുമൊക്കെ ഫലം ലഭിക്കുന്നു. ഇവർ ജീവിതത്തിൽ ജാഗരൂകരായി നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. സൗഹൃദങ്ങൾ, അവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, സുഹൃത്തുക്കൾ, ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന കൂട്ടുകാർ, ഇത്തരം ആളുകളുടെ സഹായവും അവരുടെ പിന്തുണയും എല്ലാം കൊണ്ടും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ചില അബദ്ധങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ബിസിനസ് പരമായിട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ ഉള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന്. പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യത്തിൽ ഇടപാടുകൾ നടത്തുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. ഇവർക്ക് വിശ്രമം കുറയുന്ന ഒരു സമയമാണ്. ഇവർ വാക്കുതർക്കത്തിൽ പെടാതെ നോക്കുക. വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക. ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് വിവാഹ കാര്യത്തിലാണ്. നല്ലൊരു വിവാഹബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് ഒരുങ്ങുന്നു. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. ഇവർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അവരുടെ ജീവിതത്തിൽ വിവാഹശേഷം ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് ലഭിക്കുന്നത്. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്.
ഭരണി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. വ്യാപാര, വ്യവസായ, വാണിജ്യ, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മിന്നുന്ന വിജയം തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത്. പ്രതീക്ഷകളൊക്കെ പൂണിയാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വലിയ ഉയർച്ചകൾ തന്നെ വന്നു ചേരുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകളാണെങ്കിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള, സംബന്ധിക്കാനുള്ള മഹനീയമായ ഒരു സാന്നിധ്യം ഇവർക്ക് ലഭിക്കുന്നു. യാത്രകൾ ഇവർക്ക് ചെയ്യേണ്ടി വരും. അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. രോഗ ദുരിതങ്ങളൊക്കെ ഇടയ്ക്ക് ബുദ്ധിമുട്ടിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ അതിൽ നിന്ന് വിപുലമായി നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങളും ഇവർക്കൊന്നു ചേരും. അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാനും അതിലൂടെ നേട്ടങ്ങൾ കൊയ്യാനും സാധിക്കും. സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക. നേട്ടങ്ങളുണ്ടാകും. ഉയർച്ചകൾ വന്നു ചേരാനുള്ള അവസരം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക നിലയിൽ വലിയ ഉയർച്ചകൾ ലഭിക്കാനുള്ള, സാമ്പത്തിക നിലയിലൊക്കെ ഉയർച്ചകൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതോടുകൂടി ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന തരത്തിൽ മാറുന്ന ഒരു സമയമാണ്. ധനപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ മാറി ധനപരമായിട്ടുള്ള ആധിക്യം, സാമ്പത്തിക ഉന്നതി, സമ്പത്ത് കുമിഞ്ഞുകൂടാനുള്ള സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. തൊഴിലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ അനിശ്ചിതാവസ്ഥകളൊക്കെ മാറും. പ്രതീക്ഷിച്ച ലാഭം വർദ്ധിക്കും. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകും. ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാനും അതിലൂടെ നേട്ടങ്ങൾ കൊയ്യാനുമുള്ള സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകും. തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. നിക്ഷേപ നേട്ടങ്ങൾ ഉണ്ടാകും. സൗഹൃദ നേട്ടങ്ങൾ, സുഹൃത്തുക്കൾ വഴി ഗുണങ്ങൾ വർദ്ധിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. സർക്കാർ തലത്തിൽ നിന്ന് പോലും വലിയ വലിയ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുന്നതിനും നേട്ടങ്ങൾ കൊയ്യുന്നതിനും സാധിക്കുന്ന വളരെ മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഐശ്വര്യസമ്പൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന, ഉയർന്ന ഭാഗ്യമൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ കൊയ്യാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വർദ്ധിച്ചു കാണുന്ന ഒരു സമയം. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഉദ്ദിഷ്ട കാര്യലബ്ധിയാണ്. വിജയം ഇവരുടെ കൂടെ ഉണ്ടാകുന്നു. തൊഴിൽ മേഖലയിൽ വിജയിക്കാൻ ഇവർക്ക് സാധിക്കും. മാനസിക ഉല്ലാസമുണ്ടാകും. മനസമാധാനത്തോടുകൂടി മാനസിക പിരിമുറുക്കമില്ലാതെ ജീവിക്കാനും മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധിക്കും. ശാരീരിക അസ്വസ്ഥത്തിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നു. രോഗദുരിതങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് തൊഴിൽ രംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. മികച്ച അവസരങ്ങൾ, മികച്ച നേട്ടങ്ങളൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് പണസംബന്ധമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കും. ബന്ധുജനങ്ങളുടെ സഹായസഹനങ്ങളൊക്കെ ഉണ്ടാകും. യാത്രകൾ വേണ്ടിവരും. ദാമ്പത്യ ജീവിതത്തിൽ ഉണർവ് വന്നു ചേരുന്നു. സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. അരിഷ്ടതകളൊക്കെ മാറും. തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. വിഷമഘട്ടങ്ങളെ അതിജീവിച്ച് നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് ഒന്നിച്ചേരും. പഠന സംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഒന്നിച്ചേരാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ഒന്നിച്ചേർന്നിരിക്കുന്നത്. ബിസിനസ് പരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്നു. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലവിധ തടസ്സങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ കണ്ടു തുറക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് മാനസിക സംഘർഷമൊക്കെ കുറയ്ക്കാൻ സാധിക്കും. സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ ജീവിതത്തിൽ ഒന്നിച്ചേരുന്ന സമയം തന്നെയാണ്. പുതിയ വീട് വെക്കുന്നതിനോ പുതിയ വാഹനം വാങ്ങുന്നതിനോ സാധിക്കുന്ന ഒരു സമയമാണ്. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ബന്ധുജനങ്ങളുമായി ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക. നേട്ടങ്ങളുണ്ടാകും. ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് വിദേശവാസത്തിനും വിദേശത്ത് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. നേട്ടങ്ങൾ ഒരുപിടിയാണ്. പണ സംബന്ധമായിട്ടുള്ള ഉയർച്ചകൾ വന്നു ചേരും. ധനവരുമാനം വർദ്ധിക്കും. തീരുമാനങ്ങൾ എടുക്കാനും അതിലൂടെ നേട്ടങ്ങൾ കൊയ്യാനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.